ഞാൻ ഹൈമാവതി. ഞാനിന്നിപ്പോൾ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും, എല്ലാ അമ്മമാർക്കും, എല്ലാ മക്കൾക്കും, എല്ലാ സഹോദരങ്ങൾക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇക്കൊല്ലത്തെ ഇക്കൊല്ലം എല്ലാവരും 2025 എല്ലാവർക്കും നല്ലൊരു വർഷമായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഇപ്പം നമുക്കൊന്ന് തുടങ്ങാലിത്. പിന്നെ ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ചെറുനാരങ്ങ കൊണ്ട്, ചെറുനാരങ്ങ നമ്മൾ പിഴിഞ്ഞ തോലില്ലേ ചെറുനാരങ്ങ, എന്താ ഇത് ഞാൻ ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേണ്ട, ഇത് വേണ്ട ചെറുനാരങ്ങ തോല്. ഇത് ചെറുനാരങ്ങ തോല. ഇത് വേണ്ട ചെറുനാരങ്ങ തോല് വേണ്ട. നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാകുമ്പോഴുള്ള തോല് അത് ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് വെച്ചിട്ട് ഇതിട്ട് വെച്ചിട്ട് അതും പിന്നെ അത് ഇതിലിട്ട് അരക്കാൻ ഇതിനകത്തിട്ടേ ഇത് ഇതിലിടാ. അത് അരക്കാനാക്കട്ട്. പിന്നെ ഇത് തൈരാണ്. ഇത് തൈര് വേണ്ട. ഇത് തൈര്. ഇത് വെല്ലം കുറുക്കിയത്, വെല്ലം. ഇത് വെല്ലം വെള്ളത്തിലിട്ടത് കുറുക്കിയത് കണ്ട, വെല്ലം. ഇതെല്ലാം കൂടി ഇത് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ. ഇത് കഞ്ഞിവെള്ളം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ഇത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. ചെറുനാരങ്ങയാണ് ഈ ചെറുനാരങ്ങ ഇതാണ്. ഞാനത് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തു. ഇത് അരപ്പാണേ. ഇത് അരച്ച അരപ്പായില്ലേ. ഇതിനകത്ത് ഇത് കഞ്ഞിവെള്ളം ഇത് കൂടി ഒഴിക്കട്ടെ. അത്ര പോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു. കഞ്ഞിവെള്ളം ഇതിൽ വെച്ചു. പിന്നെ അത്ര പോലെ പച്ചവെള്ളം ഒഴിക്കട്ടെ. ഇത് ഇപ്പോൾ പിന്നെ ഒരു ഭാഗം തൈരുണ്ട്. പിന്നെ അത്ര പോരാ കഞ്ഞീൻ്റെ വെള്ളം, അത്ര പോരാ പച്ചവെള്ളം. മൂന്ന് ഭാഗമാക്കിയിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് തൈര്, ഇത് കരിവേപ്പിലക്ക്, പയറിന്, ഇതിനെല്ലാം കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം. നല്ലൊരു മരുന്നാണ്, നല്ല അസല് മരുന്നാണ് ഇത്. നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. എന്നാൽ ഇതാണ്. ഇത് പയറിന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. പിന്നെ ഇലക്കെല്ലാം, കരിവേപ്പിലേൻ്റെ ഇലക്കെല്ലാം പൊടിയുകയും ചെയ്യാം. അത് ഇനി പയറിന് ഒഴിച്ചു കൊടുക്കട്ടെ. ഇതാ പയർ ഒഴിച്ചു കൊടുക്കട്ടെ. ഇതാ നല്ലൊരു മരുന്നാണ് ഇത് നല്ല ഉഷാറാവും. പൂക്കും കായ്ക്കുകയും ചെയ്ത് വയറ് പൂക്കൽ കുറഞ്ഞു പോയി. അതുകൊണ്ട് ലേശം പൂക്കട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഉടനെ നല്ല ചപ്പും നല്ല തളിരും നല്ല കറുപ്പെല്ലാം വരാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്കുന്നത്. ഞാൻ പൊളിച്ചു കൊടുക്കട്ടെ.
ലേശം ഇതിന് ഒഴിച്ചു കൊടുക്കാമല്ലോ. പയറിന് വെച്ച് കൊടുക്കട്ടെ. കാണുന്നില്ല, ഇത് വേണ്ട പയർ ഞാൻ ഒഴിച്ച് കൊടുക്കട്ടെ. ഈ പയർ നല്ലോണം പൂക്കാനും കായ്ക്കാനും ഈ പൂവങ്ങ് നിന്ന് പോയി, വളം കുറഞ്ഞ് പോയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് ആക്കുന്നത്. ഇത് വേണ്ട പൂക്കുന്നുണ്ട്, അടിയിൽ നിന്ന് പൂത്ത് വരുന്നുണ്ട്. ഇതാ ഇതെല്ലാം പൂത്ത് വരുന്നുണ്ട്. ഇതാ പക്ഷേ കുറഞ്ഞു പോയി. അതിനിപ്പോൾ ഇതെല്ലാം പൂക്കുന്നുണ്ട്. ഈ തണ്ട് മുതൽ ഇങ്ങനെ പൂത്ത് വരണം. ഉണ്ടാ ഇതാ പൂത്ത് വരുന്നുണ്ടോ? ഇതാ ഇതെല്ലാം പൂക്കുന്നുണ്ട്. ഇതാ പൂത്ത് വരുന്നുണ്ട്. അത് പൂത്ത് വന്നിട്ട് വേണ്ടെങ്കിലോ ഇത് വേണ്ട, പൂത്തിട്ട് വേണ്ട. ഇതേപോലെ പൂക്കുന്നുണ്ട്, പൂത്ത് വരുന്നുണ്ട്. ഇതാ പൂ ഇങ്ങനെ പറിച്ചതാണ്. പറിച്ചതിൻ്റെ ഇവന്ന് തന്നെ തേത്ത് വരുന്ന വേണ്ട, തേത്ത് വരുന്നുണ്ട്. അത് തേത്തിട്ട് വേണം കായാവാൻ. വേണ്ട, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വേണ്ട പറിച്ചത്. അതല്ല പറിച്ചതിൻ്റെ അവിടെ നിന്നല്ലേ ഇതിപ്പോൾ പരിക്കാത്ത ഇതാ 4 എണ്ണം ടേബിൾ വിരിയുന്നത്. കേട്ടാ അതാ 2 4 വിരിയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ഈ വളം കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് വേണ്ട, ഞാനിതിപ്പോൾ ഈ കരിവേപ്പിലേക്ക് ഉണ്ടോ, ഈ കരിവേപ്പിലുണ്ടോ നല്ല ഇന്നാൾ കൊടുത്തിട്ട് നല്ല ഉഷാറായിന്. വേണ്ട, ഇന്നാളത്തെ ആ മരുന്ന് കൊടുത്തിട്ട് നല്ല ഉഷാറുണ്ട്, ഒരു കുഴപ്പമില്ല. വേണ്ട, ഇനി ലേശം കൂടി ഇന്നും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ. എൻ്റെ അടിയിലും എല്ലാം ഉണ്ട് വളരുന്നില്ല, നല്ല ഇതായി. ഇത് വേണ്ട, ഏകദേശം കുടഞ്ഞു കൊടുക്കട്ടെ കുറച്ച്. ഇതാ ഇതിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ നല്ല ചപ്പിന് പുഴു വരില്ല, മറ്റുള്ളൊന്നും ഉണ്ടാവില്ല. അതിനായത് കരിവേപ്പില കസലായത്, അതിനാണ് ഞാനിത് ആക്കി. നല്ല 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 എണ്ണാന്നറിയാം, നല്ല എണ്ണ ചപ്പ് ഒരു കേടുമില്ല. അതിന് നല്ല താഴ്ച വളരുകയും ചെയ്യുന്നു. ഇത് വേണ്ട, ഇതിനാണെങ്കിൽ വെള്ളീച്ച, മറ്റേ മുഞ്ഞ, എല്ലാം പ്രാണി എല്ലാം ഉണ്ടാവും. അതിനാണ് നമ്മളിതിങ്ങനെ കുടഞ്ഞിട്ട് കൊടുക്കണം. എന്താ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്താൽ ഇതിന് ഒരു സൂക്കേടും ഉണ്ടാവില്ല. ഉണ്ടാ ഇതാണ് കരിവേപ്പിലുണ്ട. ഇതിൻ്റെ അടിയിലല്ലതാ ഒരുപാട് ചേർത്തിട്ട് ചെറിയ കുഞ്ഞു തൈകളെല്ലാം ഒരുപാട് വരുന്നുണ്ട്. അതിനെല്ലാം കുറേശ്ശെ വെച്ച് കൊടുക്കട്ടെ. ഇതെല്ലാം കുറേശ്ശെ വെച്ച് കൊടുക്കും. ഈ കുഞ്ഞി അത്ര കാണുന്നില്ല, കാണാൻ മാത്രമില്ല, ചെറുങ്ങനെ വരുന്നേ ഉള്ളൂ. ഇവിടെ അത് കാണിക്കാൻ കഴിയില്ല, ചെറുങ്ങനെ വരുന്നത്രേ. ഉണ്ടാ ഇന്നിപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെയാ നമുക്കിവിടെ ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇത് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഞാൻ ചെയ്യുന്നതെല്ലാം പരീക്ഷിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കാണുന്നു. എൻ്റെ കരിവേപ്പില വേണ്ടി ഇതിനിടയ്ക്ക് കൊള്ളി പോലെ ആയത് ഇന്നിപ്പോൾ കണ്ട അത്ര നല്ല ഉഷാറുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിന്. അതുകൊണ്ട് നിങ്ങളെന്നാ വേണ്ടത് വെച്ചാൽ എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും. പിന്നെ മറ്റുള്ളവർക്കും കൂടി എനിക്ക് ഇത് പൈസ എന്തെങ്കിലും കയറുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വ്യൂസ് കണ്ടുക മാത്രമേ ഉണ്ടാവുള്ളൂ. കാണലെല്ലാം കുറവാണ്. ഇപ്പം കുറച്ച് ആൾ കുറവാണ് കാണുന്നത്. മറ്റ് ഒരുപാട് ആൾ കാണുന്നുണ്ട്, 1000 മേലെ കാണും. ഇപ്പോൾ അതൊന്നുമില്ല, ഇപ്പോൾ 500 തൈയായിട്ട് ആവുന്നില്ല, കൂടുന്നില്ല, എന്താണെന്നറിയില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവരങ്ങ് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പിന്നെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും. ഈ വർഷം എല്ലാവരെയും നല്ലൊരു വർഷമായിട്ട് വരട്ടെ. എല്ലാവർക്കും 2025 എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരോടും എൻ്റെ വിനീതമായ നമസ്കാരം.